നമസ്കാരം, വെൽക്കം ടു മൂവി ട്രിക്ക്. അപ്പൊ ധനുഷ് നായകനായിട്ട് വരുന്ന പുതിയ സിനിമ കരയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. 19 തീയതിയാണ് റിലീസായത്. ഇപ്പോ ഏകദേശം ഒരു കോടിയിലധികം ജനങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്കിന്ന് അതൊന്ന് കണ്ടു നോക്കാം. എങ്ങനെയുണ്ട് നോക്കാം. ട്രെയിലർ എങ്ങനെയുണ്ട് നോക്കാം. ഡോക്ടർ ഇഷാരി കെ ഗണേഷ് produced under his banner Wales Film International, directed by വിഘ്നേഷ് രാജ. അതായത് നമ്മുടെ പോർത്തൊഴിലിന്റെ ഒക്കെ ഡയറക്ടറാണ്. മൂപ്പരുടെ അടുത്ത പടമാണത്. ഗംഭീരമായിരിക്കുന്നതാണ്. ആ ടീസർ ഒരു രക്ഷയുണ്ടായില്ല. പക്ഷെ ഒന്നും മനസ്സിലായില്ല. പക്ഷെ കിടുവായിരുന്നു, കാണാൻ എന്ത് കിടുവായിരുന്നു. ട്രെയിലറിൽ നമുക്ക് നോക്കാം. കാസ്റ്റ് ആരൊക്കെയാണാവും? ധനുഷ്, മമിത ബൈജു, KS രവികുമാർ, കരുണാസ്, ജയറാം, പൃഥ്വി പാണ്ഡ്യരാജൻ, സുരാജ് വെഞ്ഞാറമൂട്, MS ഭാസ്കർ, ശ്രീജ രവി. മൊത്തം മലയാളികളാണുള്ള. ഡയറക്റ്റഡ് ബൈ വിഘ്നേഷ് രാജ. മ്യൂസിക് ഡയറക്ടർ GV പ്രകാശ് കുമാർ. കിടും. പിന്നെ തേനി ഈശ്വറിന്റെ ആണ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. എഡിറ്റിംഗ് ശ്രീജിത്ത് സാരംഗ്. ആക്ഷൻ ഡയറക്ടർ ദിനേശ് കാശി. അതാരാണോ? നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പൊ നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. வணக்கம். முக்கிய செய்திகள். 6 மாதங்களாக நடைபெற்று வரும் வளைகுடா போரின் உச்சகட்டமாக குவைத்தில் உள்ள நூற்றுக்கணக்கான எண்ணெய் கிணறுகளுக்கு ஈரான் இன்று தீ வைத்தது. இந்த செயலானது உலக பொருளாதாரத்தில் பெரும் தாக்கத்தை ஏற்படுத்தும் என்று அஞ்சப்படுகிறது. திங்கக்கிழமை ராத்திரி ஒரு பேங்க் கதவை உடைச்சு உள்ள போய் திருடி இருக்கான். ஆனா அவன் அதோட நிறுத்தல. அடுத்த நாளே பட்ட பகல்ல இன்னொரு பேங்குக்கு போய் கொள்ளையடிச்சிருக்கான். அப்போ அவனுக்கு ஏதோ அவசர தேவை இருக்கு. எத்தனை வருஷம் எங்கடா இருந்த? என்ன பண்ணிக்கிட்டு இருந்த? அவன் திரும்பி வந்தல எனக்கு சந்தேகமா இருக்கு. ஏன் அப்படி பேசுற? அவன் திருந்தி தான்டா வந்திருக்கான். எங்க போயிட்டு வர? ஒரு வேலையா போயிட்டு வர. திருட்டு வரைக்கா? எனக்கு பணம் வேணும். என் நிலைமை உங்களுக்கு புரியாது. அடுத்த மதுரையில் ஒரு இடம் இருக்குண்ணே, ஒரு பண்ண வீடு. எப்படி 4 லட்சம் ரூபா தருங்க. அப்படின்னா அவன் திருப்பியும் திருடலாம். ஓட்டு ஓடி வந்து ஓட்டு பிரிச்சு இறங்குறது தவிர வேற எந்த அளவு தெரியாது எனக்கு. என்ன பண்ண சொல்றேன்? இல்ல, கண்டிப்பா திருடுவான். மீதி பணத்துக்கு என்னென்ன பண்ணுவ? எல்லா பக்கமும் போலீஸ் இருக்காங்க. ஓடவா விடுறாங்க. இன்னைக்கு அவன் கண்டிப்பா மாட்டுவான் சார். ஒன்னு உயிரோட இல்ல போனமா. ഗംഭീര ട്രെയിലറാണല്ല. സുരാജ് ഒരു രക്ഷയില്ല. നമുക്ക് ധനുഷിനെ എനിക്ക് ഒബ്വിയസ്ലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സുരാജാണ് ഇതില് സ്കോർ ചെയ്തേക്കുന്നത്. ജയറാമിന്റെ ചെറിയൊരു ഗ്ലിംസ്, പിന്നെ മമിതയുടെയും ചെറിയൊരു ഗ്ലിംസ്. പക്ഷെ സുരാജ് ചുമ കിഴി. അടിപൊളി. സുരാജ് ആ മീശയൊക്കെ പിരിച്ച് എന്റെ പൊന്നു വേറെ ലെവലാ മനുഷ്യൻ. അടിപൊളി. അടിപൊളിയാവട്ടെ. ഗംഭീരമായിട്ട് എന്താ പറയാ, ധനുഷിന്റെ ഒരു റീസെന്റ് ഒരു ഹിന്ദി പടമൊക്കെ ചെയ്ത് മൂപ്പരാക്കായിട്ട് നാശമായിട്ടിരിക്കുകയാണ്. ഭയങ്കര ഷോക്ക് വരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്തത് രാഞ്ജനയുടെ. ഇനിയിപ്പോ എന്താണെന്ന് നോക്കാം. കര ഒരു തിരിച്ചുവരാവട്ടെ. അടിപൊളിയാവട്ടെ.
പടം ട്രെയിലർ കണ്ടിട്ട് തന്നെ എന്താ പോലെ കിട്ടുക്കുന്നാണ് തോന്നണത്. ഒരു എന്താ പറയാ, ഒരു കള്ളൻ പോലീസ്, എന്താ പറയാ, എന്താ പറയാ, റാറ്റ് ആൻഡ് മൗസ്, മൗസും റാറ്റല്ല, ഒരു ഒരു എലി പൂച്ച, ആ പരിപാടി എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടോം ആൻഡ് ജെറി ടൈപ്പ് അങ്ങനെ ഫീൽ ചെയ്യണത്. ധനുഷിനെ കണ്ടുപിടിക്കോ അതോ ധനുഷ് രക്ഷപ്പെടുവോ? ഗംഭീരം. ട്രെയിലർ തന്നെ എത്ര ഗംഭീരാണെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം. ഇനിയിപ്പോ തിയേറ്ററിൽ കാണാം. ഓക്കെ, ബൈ.